നമ്മളിപ്പോൾ ഈ സൂചിപ്പിച്ച കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ പിന്നാമ്പുറ വശങ്ങൾ അത് പ്രേക്ഷകർക്ക് അറിയാൻ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം കൂടിയാണ്. ഇതിൻ്റെ ഒരു പ്രോസസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇന്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെ സെലക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇത്തരത്തിൽ കോംപ്രമൈസിനെ കുറിച്ച് അല്ലെങ്കിൽ കൈക്കൂലി നൽകുന്നതിനെ കുറിച്ചോ ഇങ്ങനെ ഒരു ഡീലിങ്ങിനെ കുറിച്ചൊക്കെ ആരോടെങ്കിലും ഒക്കെ സംസാരിച്ചതായി ഒരനുഭവമോ അത്തരത്തിൽ ആരെങ്കിലും പറഞ്ഞു കേൾക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സാബുമോ? ഈ പിന്നെ എന്താ പറയുന്നത്, ഈ കൈക്കൂലി എന്ന് പറയുമ്പോൾ പിന്നെ സാധാരണ സിനിമയിലും ടെലിവിഷനിലുമൊക്കെ വളരെ സാധാരണമായിട്ടുള്ള കാര്യമാണ്. വേറൊരാൾ വർക്ക് പിടിച്ച് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പെർസെൻറ്റേജ് അവർക്ക് കൊടുക്കും. ഇപ്പോൾ ഈ പ്രൊഡക്ഷൻ മാനേജർമാർ നമ്മളെ ഹാൻഡിൽ ചെയ്യുന്ന, ഇപ്പം ഇവിടെയുള്ള സിനിമാ താരങ്ങളെയും ടെലിവിഷൻ താരങ്ങളെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന അവർക്കൊരു മാനേജർ കാണും. ആ മാനേജർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരെ ഫുൾ ടൈം മാനേജർ എന്നല്ല, അവർ വേറെ പ്രൊഡക്ഷൻ ഭാഗമായിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവർക്കൊരു കമ്മീഷൻ കൊടുക്കാറുണ്ട്. കാരണം അവരതിനു വേണ്ടി ജോലി ചെയ്യാറുണ്ട്, അവർ പോയി വർക്ക് പിടിച്ചുകൊണ്ടുവരും. അതിനെ നമ്മൾ കൈക്കൂലി എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ അതിനെ കൈക്കൂലി എന്ന് വിളിക്കാൻ പറ്റില്ല. അതുപോലെ ഇതിനകത്ത് റെമ്യൂണറേഷൻ്റെ കാര്യം, ഇയാൾക്ക് ഇത്ര കൊടുത്തു ഇയാൾക്ക് ഇത്ര കൊടുത്തു എന്നൊക്കെ വരുമ്പം അത് ഓരോരുത്തരുടെ നെഗോഷിയേറ്റിംഗ് സ്കില്ലനുസരിച്ചിരിക്കും. ഇപ്പോൾ എന്നോട് ഒരു വർക്കിന് പങ്കെടുക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആവശ്യപ്പെടുന്ന ഒരു തുകയുണ്ട്. അപ്പോൾ അവർ പറയും ഇത്ര രൂപയെ തരാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു എന്താ പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും വിലപേശി കച്ചവടം ഉറപ്പിക്കുക എന്ന് പറയുന്നതാണ്. കാരണം എനിക്ക് ഇത്ര വേണമെന്ന് ഞാനും അത്രേ ബഡ്ജറ്റ് ഇല്ല എന്ന് അവരും പറയും. അവസാനം നമ്മളൊരു എക്സ് എമൗണ്ടിൽ ഇതെത്തിക്കും. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ വെളിയിൽ വന്നതിന് ശേഷം മറ്റേ ആളിന് ഇത്രയാണ് കിട്ടിയിരുന്നത്, എനിക്ക് ഭയങ്കര കുറവായിരുന്നു എന്ന് പറയുന്നതിനകത്തൊരു ഔചിത്യ ഇല്ലായ്മയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും മറ്റ് വഴിവിട്ട കാര്യങ്ങൾക്ക് പ്രലോഭിപ്പിക്കാറുണ്ടോ? അതെ, അതാണ് നമ്മുടെ മെയിൻ ചോദ്യം.